നമസ്കാരം. ചാരപ്രവൃത്തിയുടെ പേരിൽ ഖത്തറിൽ പിടിയിലായ 8 ഇന്ത്യൻ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഖത്തറിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത് സിനിമാ താരം ഷാരൂഖ് ഖാൻ ആണ് എന്നുള്ള മുൻ രാജ്യസഭ MP സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ട്വീറ്റ് അത് ഇന്ന് വൈകുന്നേരം കാട്ടുതീ പോലെയാണ് വൈറലായത്. ഖത്തറിലെ ഷെയ്ഖുമാരെ അനുനയിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും അതിനൊപ്പം നമ്മുടെ ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടുവെന്നും അതേ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാരൂഖ് ഖാന്റെ സഹായം തേടിയെന്നും അതുകൊണ്ട് തന്നെ ഷാരൂഖ് ഖാനെ കൂടി നരേന്ദ്രമോദി ഖത്തറിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുമായിരുന്നു ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ട്വീറ്റായി പുറത്തു വന്നത്. അതും എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുറിപ്പിന് തൊട്ടു താഴെ ഒരു മറുപടി എന്ന വിധത്തിലാണ് BJPയുടെ തന്നെ MP ആയ സുബ്രഹ്മണ്യൻ സ്വാമി ഈ ഗുരുതര പരാമർശം അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ഒരു കഥ ആരോപിച്ചത്. എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മോദി വിരുദ്ധർ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു. ഷാരൂഖ് ഖാൻ പ്രേമികൾ ഉണരുന്നു. കമന്റ് ബോക്സുകളിൽ മോദിക്ക് നിറയെ പരിഹാസം, അതിനോടൊപ്പം കേന്ദ്രത്തിന് വിമർശനം. മിക്ക ദേശീയ ചാനലുകളുടെയും ലൈവ് സെഷനുകളിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ കൊണ്ട് നിറഞ്ഞു. എത്ര ചതിയനാണ് മോദി, ഷാരൂഖ് ഖാൻ ആണ് യഥാർത്ഥത്തിൽ മോചനം സാധ്യമാക്കിയത്, പക്ഷെ എല്ലാ ക്രെഡിറ്റും മോദി തന്നെ എപ്പോഴത്തെയും പോലെ തട്ടിയെടുക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം തകിടം മറിയുന്നു. കാരണം ഷാരൂഖ് ഖാന്റെ ടീം ഒരു പ്രസ്താവന ഇറക്കുന്നു. ഖത്തറിൽ നിന്നും ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരെ വിട്ടയച്ചതിൽ ഷാരൂഖ് ഖാന്റെ പങ്കിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അവർ പറയുന്നു. ഇതിന് പിന്നിലുള്ള എല്ലാ ക്രെഡിറ്റും ഇന്ത്യ ഗവൺമെന്റിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുകൂടി ഷാരൂഖ് ഖാന്റെ മാനേജറായ പൂജ ഡാഡ്ലി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പ്രസ്താവന ഇറക്കുന്നു. എന്തായാലും എല്ലാ ഇന്ത്യക്കാരെയും പോലെ ഷാരൂഖ് ഖാനും അവരുടെ മോചനത്തിൽ അതീവ സന്തുഷ്ടവാനാണ് എന്നുകൂടി പൂജ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ആശംസകളും നേർന്നുകൊണ്ട് അവർ ആ വിവാദം അവിടെ അവസാനിപ്പിക്കുന്നു. ഷാരൂഖ് ഖാന്റെ പേര് ഒരാവശ്യവുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയത്തിൽ വരുന്നു. ആ വിഷയത്തിന്മേലുള്ള പ്രതികരണം തങ്ങൾക്ക് ഇതുമായി ഒരു പങ്കുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ വലിയ രീതിയിൽ മോദി വിരുദ്ധരെ ആവേശത്തിലാക്കിയ ഈ ഒരു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രസ്താവന അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം എല്ലാം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവസാനിക്കുന്നു. അത്രയും നേരം എല്ലാ കമന്റ് ബോക്സുകളും ട്വീറ്റുകളിലും വാർത്തകളിലും ഒക്കെ വന്ന് കമന്റ് ചെയ്ത് ആവേശത്തോടുകൂടി മോദി വിരുദ്ധത പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരുന്ന എല്ലാവരും പൊടുന്നനെ നിശബ്ദരാകുന്നു. അങ്ങനെ ഇന്ന് വൈകുന്നേരം രാജ്യം ഏറ്റവും അധികം ആഘോഷിച്ച ഒരു വാർത്ത ഏത് എന്ന ചോദ്യത്തിന് ഈ ഷാരൂഖ് ഖാന്റെ വാർത്ത തന്നെയാണ്. ഖത്തറിൽ നിന്നും ഇവരെ മോചിപ്പിക്കുന്നതിന്, നമ്മുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുന്നതിന് വിദേശകാര്യ മന്ത്രാലയത്തിനും ദേശീയ സുരക്ഷാ ഏജൻസിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സാധിക്കാതെ പോയി. അതിനൊക്കെ ഉപരിയായി ഷാരൂഖ് ഖാൻ അതിൽ ഇടപെടൽ നടത്തുന്നു. ഷാരൂഖ് ഖാൻ പറഞ്ഞ ഉടൻ തന്നെ ഖത്തർ അവരെ വിട്ടയക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു കമന്റുകൾ നിറഞ്ഞത്. എന്തായാലും നീലക്കുറിഞ്ഞിയുടെ വിത്ത് പോലെ ഇപ്പോൾ എല്ലാ കമന്റ് തൊഴിലാളികളും ഗാഠ നിദ്രയിലേക്ക് ആഴ്ന്നിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതേ പ്രതിഭാസം തന്നെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.